മദീന മുനവ്വറയിലെ തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട്. ആ കമ്പിവലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ പൊടി കടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെ ഉണ്ടാകും. അതിൻ്റെ പുറമേ അവിടുത്തെ ആ ഖബർ ഷരീഫിൻ്റെ മുകളിൽ ചന്ദനത്തിൻ്റെ പൊടി ഇടാറുണ്ട്. അതെല്ലാം കൂടി എടുത്തിട്ട് മദീന മുനവ്വറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ റൗളത്തു ഷരീഫ് നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ്. അതാണ് തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ. അത് വിനീതനായ എനിക്ക് തന്നു. നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവൻ വല്ലാത്തൊരു പഴഞ്ചനാണ് എന്ന് പറഞ്ഞാൽ പഴഞ്ചനായിക്കോട്ടെ, നമ്മൾ പഴഞ്ചനായിക്കോട്ടെ. എന്നോട് പറയൂ, മദീനത്തിന്റെ താക്കോല് സെൽഫിന്റെ കയ്യിലുള്ളത് അത് ശരിയാണ്? അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചിട്ടാണ് അവർ കയ്യിൽ കൊടുത്തത്. കാരണം ആ താക്കോലിനകത്ത് സെൽഫി അല്ലാണ്ട് ഒരു സുന്നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു പൊടി മണ്ണും ഉണ്ടാവൂലേ, നക്കിയിട്ടും ബാധിയിട്ടും ആരും വിടൂലായിരുന്നു. അത് ഉള്ളതുകൊണ്ട് അവിടെ സിയാറത്ത് ശരിക്കും നടന്നു പോകുന്നുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് മർകസു തഖാഫത്തി സുന്നിയയിൽ ഷഅർ മുബാറക്ക് കാണിക്കപ്പെടുന്നു. കൂടാതെ ഷഅർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം സംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷഅർ മുബാറക്കിൻ അതിൽ മുക്കിയതിന് പുറമേ ആ വെള്ളത്തിൽ പുതിയ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നു. എന്താണത്? ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുനവ്വറയിലെ തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട്. ആ കമ്പിവലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ പൊടി കടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെ ഉണ്ടാകും. അതിൻ്റെ പുറമേ അവിടുത്തെ ആ ഖബർ ഷരീഫിൻ്റെ മുകളിൽ ചന്ദനത്തിൻ്റെ പൊടി ഇടാറുണ്ട്. അതെല്ലാം കൂടി എടുത്തിട്ട് മദീന മുനവ്വറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ റൗളത്തു ഷരീഫ് നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ്. അതാണ് തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ. അത് വിനീതനായ എനിക്ക് തന്നു. നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവൻ വല്ലാത്തൊരു പഴഞ്ചനാണ് എന്ന് പറഞ്ഞാൽ പഴഞ്ചനായിക്കോട്ടെ, നമ്മൾ പഴഞ്ചനായിക്കോട്ടെ, നമ്മൾ പഴഞ്ചന്മാർ തന്നെ.